എൻ്റെ പേര് മാത്യു കെ വർഗീസ്. ഞാൻ കോതമംഗലം എൽഡോമാർ ബെസിലിയസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ്. ഇപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഭാഗം ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ ഒന്നാം ഭാഗമായ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്റ്റിലെ 5ാമത്തെ ചാപ്റ്ററായ ഫ്രീ കൺസെൻറ്റ് എന്ന ഭാഗമാണ്. ഫ്രീ കൺസെൻറ്റ് മീനിങ് സ്വതന്ത്ര സമ്മതം. So, free consent is one of the essential element to support a valid contract. ഒരു വാലിഡ് കോൺട്രാക്റ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട എസെൻഷ്യൽ എലമെന്റ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ഫ്രീ കൺസെന്റ്. It is essential to the creation of a contract that the parties to the contract must express their free and genuine consent. ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ എഗ്രിമെന്റിന് ആവശ്യമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ കൺസെന്റ്, സമ്മതം സ്വതന്ത്രമായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് മൂലമോ മറ്റൊരു വ്യക്തിയുടെ പ്രേരണ മൂലമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭീഷണിക്ക് വഴങ്ങിയോ ആയിരിക്കരുത് ഒരു വ്യക്തി ഒരു എഗ്രിമെന്റിലേക്ക് വരേണ്ടതും ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യേണ്ടതും. Section 10 of the Contract Act expressly provides that all agreements are contract if they are made by the free consent of the competent parties. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 10ാമത്തെ സെക്ഷനിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു എഗ്രിമെന്റ് ഇന്ത്യൻ കോടതി നിയമങ്ങളിൽ എൻഫോഴ്സ് ചെയ്ത് ആ എഗ്രിമെന്റ് കോൺട്രാക്റ്റ് ആയി മാറണമെങ്കിൽ എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ കോമ്പിറ്റന്റ് ആയിരിക്കണം. അത് മാത്രമല്ല, ആ കോമ്പിറ്റന്റ് ആയ വ്യക്തികളുടെ കൺസെന്റ്, സമ്മതം സ്വതന്ത്രമായിരിക്കണമെന്ന് 10ാമത്തെ സെക്ഷനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. And Section 13 defines the term Section 13 defines the term consent. കോൺട്രാക്ട് ആക്ടിലെ 13ാമത്തെ സെക്ഷനിൽ കൺസെന്റ് എന്ന ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കൺസെന്റ്? 2 or more parties are said to be consent when they agree the same thing in the same sense. 2 വ്യക്തികൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ ആ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ കരാറിലെ ഇരു കക്ഷികളും ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഒരേ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അവർ തമ്മിൽ കൺസെന്റ് ഉണ്ട് എന്ന് 13ാമത്തെ സെക്ഷനിൽ പറയുന്നു. So according to Section 13, 2 or more parties are said to be consent when they agree the same thing in the same sense. And Section 14 defines the term free consent. കോൺട്രാക്ട് ആക്ടിലെ 14ാമത്തെ സെക്ഷൻ ഫ്രീ കൺസെന്റ് എന്ന ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 14, a consent is said to be free when it is not affected by the following. 14ാമത്തെ സെക്ഷൻ പ്രകാരം ഒരു എഗ്രിമെന്റിനെ ഇനി പറയാൻ പോകുന്ന 5 ഘടകങ്ങൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ എഗ്രിമെന്റിനെ അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമ്മതം സ്വതന്ത്രമാണ്. According to Section 14, a consent is said to be free when it is not caused by, first one, coercion, second one, undue influence, third one, misrepresentation, fourth one, fraud, and last one, mistake. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 5 ഘടകങ്ങൾ: 1 കൊയേഷൻ, 2 അൺഡ്യൂ ഇൻഫ്ലുവൻസ്, 3 മിസ്റെപ്രസെന്റേഷൻ, 4 ഫ്രോഡ്, 5 മിസ്റ്റേക്ക്. ഈ 5 ഘടകങ്ങൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തികളുടെ സമ്മതം സ്വതന്ത്രമാണെന്ന് കോൺട്രാക്ട് ആക്ടിലെ 14ാമത്തെ സെക്ഷനിൽ പറയുന്നു. അപ്പൊ 14ാമത്തെ സെക്ഷൻ പ്രകാരം ഒരു കൺസെന്റ് ഫ്രീ ആവണമെങ്കിൽ അതിലുണ്ടാകാൻ പാടില്ലാത്ത, അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത 1ാമത്തെ ഫാക്റ്റാണ് കൊയേഷൻ. എന്താണ് കൊയേഷൻ? When a person is compelled to enter a contract by the use of force by the other party or under a threat, coercion is said to be employed. When a person is compelled to enter a contract, ഒരു വ്യക്തിയെ നിർബന്ധമായിട്ടൊരു കരാറിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണ്? ബൈ ദ യൂസ് ഓഫ് ഫോഴ്സ് ബൈ അതർ പാർട്ടി ഓർ അണ്ടർ എ ത്രെറ്റ്. മറ്റൊരു വ്യക്തിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ
അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ ഒരു വ്യക്തിയെ നിർബന്ധമായൊരു കോൺട്രാക്റ്റിലേക്ക്, ഒരു എഗ്രിമെന്റിലേക്ക് കൊണ്ടുവന്നാൽ ആ എഗ്രിമെന്റിൽ കൊയേഷൻ നിലനിൽക്കുന്നു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 15ാമത്തെ സെക്ഷനിൽ കൊയേഷൻ എന്ന ടേമിനെ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 15, coercion means committing or threatening to commit any act forbidden by the Indian Penal Code, or unlawful detaining or threatening to detain any property to the prejudice of any person, whatever with the intention of causing any person to enter into an agreement എന്ന 15ാമത്തെ സെക്ഷനിൽ വളരെ കൃത്യമായും വ്യക്തമായും കൊയേഷൻ എന്ന ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 15ാമത്തെ സെക്ഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? കൊയേഷൻ മീൻസ് കമ്മിറ്റിംഗ് or threatening to commit any act forbidden by the Indian Penal Code. ഇന്ത്യൻ പീനൽ കോഡിലെ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന, നിരോധിക്കപ്പെട്ടിരിക്കുന്ന, വിലക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ചില പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിൽ ചില പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയെ മർദ്ദിക്കുക, അല്ലെങ്കിൽ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, കൊലപാതകം ചെയ്യുക, കൊലപാതകം ചെയ്യുന്നതെന്ന് ഭീഷണിപ്പെടുത്തുക, അപകീർത്തിപ്പെടുത്തുക, തെറ്റായ തെളിവ് നൽകുക, ഇതൊക്കെ ഇന്ത്യൻ പീനൽ കോഡിൽ വിലക്കപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. ഞാൻ ചെറിയ 3-4 എക്സാമ്പിൾ പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിൽ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത്, or unlawful detaining or threaten to detain any property to the prejudice of any person, ഏത് ഒരു വ്യക്തിക്ക് ഹാനികരമായി തീരുന്ന രീതിയിൽ അയാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് ഒരു വ്യക്തിയെ നിർബന്ധമായി ഒരു എഗ്രിമെന്റിലേക്ക് കൊണ്ടുവന്നാൽ ആ എഗ്രിമെന്റിൽ കൊയേഷൻ നിലനിൽക്കുന്നു എന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 15ാമത്തെ സെക്ഷനിൽ പറയുന്നു. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ്. According to section 15, coercion means committing or threatening to commit any act forbidden by the Indian Penal Code, or unlawful detaining or threatening to detain any property to the prejudice of any person, whatever with the intention of any person to enter into an agreement. അയാളുടെ ഉദ്ദേശം എന്ത് തന്നെയാണെങ്കിലും ആ കരാറിൽ, ആ കോൺട്രാക്റ്റിൽ, എഗ്രിമെന്റിൽ കൊയേഷൻ നിലനിൽക്കുന്നു. So, similarly, the threat to amount to coercion need not necessarily proceed from a party to a contract. ഈ ഭീഷണിപ്പെടുത്തുന്നത് കരാറിലെ ഒരു കക്ഷിയാവണമെന്ന് നിർബന്ധം ഇല്ല. It may proceed from a third party or even from a stranger. ഈ ഭീഷണിപ്പെടുത്തുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറുടെ ഭാഗത്തു നിന്ന് വന്നാലും മതി. അപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് ഒരു കരാറിലെ കക്ഷിയാവണമെന്ന് നിർബന്ധമില്ല. ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറുടെ ഭാഗത്തു നിന്നോ ഭീഷണി അല്ലെങ്കിൽ കമ്പൽഷൻ വന്നാൽ അതും കൊയേഷനാണ്. അതുപോലെ തന്നെ ഭീഷണിക്ക് വഴങ്ങുന്നതും കരാറിലെ കക്ഷിയാവണമെന്ന് നിർബന്ധമില്ല. So coercion will also include fear, physical compulsion, menace to goods, etc. Fear, ഭയപ്പെടുത്തുക, ഫിസിക്കൽ കമ്പൽഷൻ, മെനാസ് ടു ഗുഡ്സ്, ഗുഡ്സ് നശിപ്പിക്കുക, ഇതെല്ലാം കൊയേഷൻ എന്ന ആ ഘടകത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അടുത്തതായിട്ട് ഇഫക്റ്റ് ഓഫ് കൊയേഷൻ, അതായത് രണ്ട് വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എഗ്രിമെന്റിൽ കൊയേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന്റെ ഇഫക്റ്റ് എന്താണ്? Section 19 and Section 72 of the Indian Contract Act deals with the effect of coercion. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 1972 രണ്ട് വകുപ്പുകളിലാണ് ഒരു കൊയേഷന്റെ ഇഫക്റ്റിനെ കുറിച്ച് പറയുന്നത്. According to Section 19, a consent to an agreement is caused by coercion. The agreement is a contract voidable at the option of the party whose consent was so caused. അപ്പോൾ വളരെ വ്യക്തമാണ് 19ാമത്തെ സെക്ഷനിൽ പറയുന്നത്. According to Section 19, a consent to an agreement is caused by coercion.
ഒരു കരാറിലെ ഒരു വ്യക്തിയുടെ സമ്മതം കിട്ടിയിരിക്കുന്നത് കൊയേഷൻ മൂലമാണെങ്കിൽ the agreement is a contract voidable at the option of the party whose consent was so obtained. ആരെയാണോ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആരെയാണോ സമ്മർദ്ദത്തിലാക്കി ഒരു എഗ്രിമെന്റിലേക്ക് കൊണ്ടുവന്നത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എഗ്രിമെന്റ് വോയിഡബിൾ ആയിരിക്കും. ഹി ഹാസ് ദ റൈറ്റ് ടു റെപ്യുഡിയേറ്റ് ഓർ റിസൈൻ ദ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ആരെയാണോ ഭീഷണിപ്പെടുത്തിയത് അല്ലെങ്കിൽ ആരാണോ ഭീഷണിക്ക് വഴങ്ങിയത് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് എഗ്രിമെന്റ് കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. കോടതിയിൽ വെച്ച് അയാൾക്ക് കോൺട്രാക്ട് റെപ്യുഡിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇനി ഈ ഭീഷണിക്ക് വഴങ്ങിയ വ്യക്തി കോടതിയിൽ പരാതിയായിട്ട് പറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കുന്നില്ല, തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്തത് എന്ന് ഈ ഭീഷണിക്ക് വഴങ്ങിയ വ്യക്തി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദ എഗ്രിമെന്റ് ഈസ് കണ്ടിന്യൂ ടു ബി വാലിഡ്. ആ എഗ്രിമെന്റ് വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് 19 പറയുന്നത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 19, a consent to an agreement is caused by coercion. The agreement is a contract voidable at the option of the party whose consent was so caused. And according to section 72, 72 രണ്ടാമത്തെ എഫക്റ്റ് പറയുന്നത്. According to section 72, a person to whom money or anything has been delivered by mistake or coercion, he must be repay or return it. അപ്പൊ 72 വകുപ്പ് അനുസരിച്ച് ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണമോ ഗുഡ്സോ വാങ്ങിയാൽ വാങ്ങിയ പണം അല്ലെങ്കിൽ ഗുഡ്സ് അയാൾക്ക് തന്നെ തിരികെ കൊടുത്തിരിക്കണം എന്നാണ് 72ാമത്തെ വകുപ്പ് പറയുന്നത്. അപ്പൊ ഒരു രണ്ട് വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എഗ്രിമെന്റിൽ കൊയേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റുകൾ പറയുന്ന രണ്ട് വകുപ്പാണ് സെക്ഷൻ 19 ആൻഡ് സെക്ഷൻ 72. ഇനി ഇവിടെ വെച്ച് എ പാർട്ടിൽ ചോദിക്കുന്ന ഒരു ചെറിയൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡ്യൂറസ്? എന്താണ് ഡ്യൂറസ്? ഇൻ ഇംഗ്ലീഷ് ലോ the term duress is parallel or equivalent with the concept coercion under the Indian law. ഇംഗ്ലീഷ് നിയമത്തിലെ ഡ്യൂറസ് എന്നുള്ളത് ഇന്ത്യൻ നിയമത്തിലെ കൊയേഷന് ഈക്വൽ ആണ്. That means duress will include actual or threatened violence over the person of another. Say for example, his wife, parent or child with a view to obtain the consent to an agreement. ഒരു എഗ്രിമെന്റിലേക്ക് വരുന്നതിന് കൺസെന്റ് കിട്ടുന്നതിന് വേണ്ടി കരാറിലെ ഒരു കക്ഷിയുടെ അടുത്ത വ്യക്തികളെ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പേരൻസ്, വൈഫ്, ചൈൽഡ് അല്ലെങ്കിൽ നിയർ റിലേറ്റീവ്സിനെ ഭീഷണിപ്പെടുത്തി എഗ്രിമെന്റിലേക്ക് കൊണ്ടുവരുന്നതിനെ ഡ്യൂറസ് എന്ന് ഇംഗ്ലീഷ് നിയമത്തിൽ പറയുന്നു. The threat regard goods or property is not duress. ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി തടഞ്ഞു വെക്കുന്നത് ഡ്യൂറസ് അല്ല, എന്നാൽ അത് ഇന്ത്യൻ നിയമത്തിലെ കൊയേഷനിൽ വരുന്നു. ബാക്കിയെല്ലാ കേസിലും കൊയേഷനും ഡ്യൂറസും സെയിം ആണ്. കോൺട്രാക്ട് ആക്ടിലെ 14ാമത്തെ സെക്ഷൻ പ്രകാരം ഒരു കൺസെന്റ് ഫ്രീ ആവണമെങ്കിൽ ആ എഗ്രിമെന്റിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ ഘടകമാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? When a person is compelled to enter a contract against his will as a result of some unfair persuasion by the other party. ചില അവസരങ്ങളിൽ ഒരു വ്യക്തിക്ക് എഗ്രിമെന്റിൽ ഏർപ്പെടാൻ താല്പര്യമില്ലെങ്കിലും അയാൾക്ക് എഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടതായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? This happened when there is a special kind of relationship existing between the parties that one of the parties in a position to exercise undue influence over the other party. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? This happened when there is a special kind of relationship existing between the parties that വ്യക്തികൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു. ആ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് രണ്ടാം കക്ഷിയെ എഗ്രിമെന്റിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മാസ്റ്റർ സെർവന്റ്, ഒരു മാസ്റ്ററിന് സെർവന്റിന്റെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് സെർവന്റിനെ ഒരു എഗ്രിമെന്റിൽ കൊണ്ടുവരുന്നു.
ചിലപ്പോൾ ആ സെർവന്റിന് എഗ്രിമെന്റിൽ ഏർപ്പെടാൻ താല്പര്യമില്ലെങ്കിലും മാസ്റ്ററുടെ ആ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ സെർവന്റിന് എഗ്രിമെന്റിൽ സൈൻ ചെയ്യേണ്ടി വരും. അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നു. അപ്പൊ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരുന്ന ചില വ്യക്തികളാണ് മാസ്റ്റർ സെർവന്റ്, അഡ്വക്കേറ്റ് ക്ലയന്റ്, ഡോക്ടർ പേഷ്യന്റ്, റിലീജിയസ് അഡ്വൈസർ ആൻഡ് ഡിസിബിൾ, ട്രസ്റ്റീസ് ആൻഡ് ബെനിഫിഷ്യറീസ്. ഇതൊക്കെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരുന്ന ബന്ധങ്ങളാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 16 ഉപവകുപ്പ് 1 അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 16, a contract is induced by undue influence when the relationship subsisting between the parties that one of the parties in a position to dominate the will of other party and uses that position to obtain unfair advantage over the other party എന്ന് 16ാമത്തെ സെക്ഷനിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനേഷൻ തുടങ്ങുന്നത് എന്താ? എ കോൺട്രാക്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഒരു കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരുന്നത് എപ്പോഴാണ്? വെൻ ദ റിലേഷൻഷിപ്പ് സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ദാറ്റ്, വ്യക്തികൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധം നിലനിൽക്കുന്നു. എന്താണ്? അതിൽ വൺ ഓഫ് ദ പാർട്ടീസ് ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദ വിൽ ഓഫ് അതർ പാർട്ടി, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേൽ ഒരു ഡൊമിനേഷൻ ഉണ്ടാകുന്നു, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു. ആ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, മാസ്റ്റർക്ക് സെർവന്റിന്റെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, അഡ്വക്കേറ്റിന് ക്ലയന്റിന്റെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, ഡോക്ടർക്ക് പേഷ്യന്റിന്റെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, ട്രസ്റ്റിക്ക് ബെനിഫിഷ്യറിയുടെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ആ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് രണ്ടാം കക്ഷി എഗ്രിമെന്റിലേക്ക് വരുന്നു, അല്ലെ എഗ്രിമെന്റിലേക്ക് കൊണ്ടുവന്ന് സൈൻ ചെയ്യുന്നു. അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നു. അപ്പൊ 16ാം വകുപ്പ് ഉപവകുപ്പ് 1 അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 16 സബ്സെക്ഷൻ 1, എ കോൺട്രാക്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വെൻ the relationship existing between the parties that one of the parties in a position to dominate the will of other party and uses that position to obtain unfair advantage over the other party. അപ്പൊ കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലൊരു വ്യത്യാസം എന്താണ്? കൊയേഷൻ ഇൻവോൾവ്സ് ഫിസിക്കൽ ക്യാരക്ടർ. കൊയേഷൻ ഒരു ഫിസിക്കൽ ക്യാരക്ടർ ആണ് വരുന്നത്. ബട്ട് നോ ഫിസിക്കൽ ക്യാരക്ടർ ഈസ് ഇൻവോൾവ്ഡ് ഇൻ undue influence. So undue influence involves a moral pressure. അപ്പൊ കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലൊരു വ്യത്യാസത്തിൽ കൊയേഷൻ ഇൻവോൾവ്സ് എ ഫിസിക്കൽ ഫോഴ്സ്, ഒരു ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്യാരക്ടറാണ് കൊയേഷനിൽ വരുന്നതെങ്കിൽ നോ ഫിസിക്കൽ ഫോഴ്സ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഫിസിക്കൽ ഫോഴ്സ് ഇല്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇൻവോൾവ്സ് എ മോറൽ ക്യാരക്ടർ ഓർ മെന്റൽ പ്രഷർ. വേറൊരു വ്യത്യാസമാണ് കൊയേഷൻ ഇൻവോൾവ്സ് ക്രിമിനൽ ആക്ട്. കൊയേഷനിൽ വരുന്നത് ക്രിമിനൽ ആക്ട് ആണ്. ബട്ട് നോ ക്രിമിനൽ ആക്ട് ഈസ് ഇൻവോൾവ്ഡ് ഇൻ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ക്രിമിനൽ ആക്ട് ഇല്ല. ഇനി ഒരു എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ എഗ്രിമെന്റിന്റെ ഇഫക്റ്റ് എന്താണ്? So if a contract or agreement is induced by undue influence, the agreement is voidable at the option of the party whose consent was so obtained. അപ്പൊ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ ഇഫക്റ്റ്, രണ്ട് വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എഗ്രിമെന്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എന്താണ്? If an agreement is induced by undue influence, എഗ്രിമെന്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ the agreement is a contract voidable at the option of the party whose consent was so caused or so obtained. ആരെയാണോ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. ഹി ഹാസ് എ റൈറ്റ് ടു റെപ്യുഡിയേറ്റ് എ കോൺട്രാക്ട്. കോടതിയിൽ വെച്ച കോൺട്രാക്ട് അയാൾക്ക് റെപ്യുഡിയേറ്റ് ചെയ്യാം. ഞാൻ കൊയേഷനിലെ 19ാമത്തെ സെക്ഷനിൽ പറഞ്ഞ ഇഫക്റ്റിനെ പോലെ തന്നെ ഈ വ്യക്തി കോടതിയിൽ പ്രത്യേകം പറയുന്നില്ല മറ്റൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് പ്രകാരമാണ് എഗ്രിമെന്റിലേക്ക് വന്നത് എന്ന് ഈ കക്ഷി ഒരു കേസ് നൽകുകയോ അല്ലെങ്കിൽ കോടതിയിൽ പ്രത്യേകം ഒന്നും പറയുന്നില്ലെങ്കിൽ the agreement is continue to be valid. ആ എഗ്രിമെന്റ് വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറിപ്പോകും. അപ്പോ കോൺട്രാക്ട് ആക്ടിലെ 14ാമത്തെ സെക്ഷൻ പ്രകാരം 14 പറയുന്നതാണ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 14, a consent is said to be free when it is not affected by first one coercion, second one undue influence, third one misrepresentation and fourth one fraud.
എന്താണ് മിസ്റെപ്രസെന്റേഷൻ, എന്താണ് ഫ്രോഡ്? മിസ്റെപ്രസെന്റേഷൻ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് റെപ്രസെന്റേഷൻ എന്ന് മനസ്സിലാക്കണം. എന്താ റെപ്രസെന്റേഷൻ? A statement of fact which one party make in course of negotiation with a view to induce the other party to enter into a contract is called a representation. എന്താ representation? ഒരു വ്യക്തിയെ ഒരു കരാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എഗ്രിമെന്റിലെ സബ്ജക്റ്റ് മാറ്ററെ കുറിച്ച് ഒന്നാം കക്ഷി രണ്ടാം കക്ഷിക്ക് നൽകുന്ന വിവരണമാണ് റെപ്രസെന്റേഷൻ. അപ്പൊ എന്താ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വിവരണം എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ്മെന്റ് ബൈ വിച്ച് വൺ പാർട്ടി മേക്സ് ഇൻ കോഴ്സ് ഓഫ് നെഗോസിയേഷൻ വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസ് ദ അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട് ഈസ് കോൾഡ് എ റെപ്രസെന്റേഷൻ. ഒരു എഗ്രിമെന്റിലേക്ക്, ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് രൂപീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ കോൺട്രാക്റ്റിലെ എഗ്രിമെന്റിന്റെ സബ്ജക്റ്റ് മാറ്ററെ കുറിച്ച് ഒന്നാം കക്ഷി രണ്ടാം കക്ഷിക്ക് നൽകുന്ന വിവരണമാണ് റെപ്രസെന്റേഷൻ. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുറെ ഗുഡ്സ് വിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വാഹനം വിൽക്കുന്നതിന് വേണ്ടി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ ആ പ്രോപ്പർട്ടിയെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഗുഡ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ എന്താണോ അതിനെക്കുറിച്ച് ഒന്നാം കക്ഷി രണ്ടാം കക്ഷിക്ക് ഒരു വിവരണം നൽകുന്നു. ആ വിവരണത്തെ നമുക്ക് റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഇനി when a representation is given wrongly, when a representation is made wrongly, കൊടുത്ത വിവരണം തെറ്റായിപ്പോയി. തെറ്റായ വിവരണം രണ്ട് രീതിയിൽ കൂടെ കൊടുക്കാം. ഒന്ന്, either by innocently or intentionally. അപ്പോൾ വിവരണം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറ്ററെ കുറിച്ച് ഒരു വ്യക്തി രണ്ടാം വ്യക്തിക്ക് നൽകുന്ന വിവരണമാണ് റെപ്രസെന്റേഷൻ. ഇനി ആ കൊടുത്ത വിവരണം തെറ്റിപ്പോയി. തെറ്റായ വിവരണം രണ്ട് രീതിയിൽ കൂടെ കൊടുക്കാം. അതിലൊന്നാമതാണ് ഇന്നസെന്റ് റെപ്രസെന്റേഷൻ, ഇന്നസെന്റ് മിസ്റെപ്രസെന്റേഷൻ. സെക്കൻഡ് വൺ വിൽഫുള്ളി. അറിഞ്ഞുകൊണ്ടൊരു തെറ്റായ വിവരണം നൽകാം, അല്ലെങ്കിൽ അറിയാതൊരു തെറ്റായ വിവരണം. അപ്പോ റെപ്രസെന്റേഷൻ കൊടുത്തത് തെറ്റായിപ്പോയി, വിവരണം കൊടുത്ത് തെറ്റായിപ്പോയി. തെറ്റായ വിവരണം രണ്ട് രീതിയിൽ കൂടെ കൊടുക്കാം. ഒന്ന്, അറിയാതൊരു തെറ്റായ വിവരണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് അതിലെ തെറ്റ് അറിയില്ല. രണ്ടാമത്, അറിഞ്ഞുകൊണ്ടൊരു തെറ്റായ വിവരണം നൽകാം എന്ന് പറഞ്ഞാൽ പറയുന്ന വ്യക്തിക്ക് അറിയാം അയാൾ പറയുന്ന കാര്യം തെറ്റാണെന്ന്. ഇങ്ങനെ രണ്ട് രീതിയിൽ കൂടെ തെറ്റായ വിവരണം നൽകാം. ദ ഫോർമർ ഈസ് കോൾഡ് മിസ്റെപ്രസെന്റേഷൻ ആൻഡ് ലേറ്റർ ഈസ് കോൾഡ് ഫ്രോഡ്. ആദ്യം പറഞ്ഞതാണ് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാതെ ഒരു തെറ്റായ വിവരണം അറിയാതെ നൽകുന്നതിനെ മിസ്റെപ്രസെന്റേഷനും അറിഞ്ഞുകൊണ്ട് വിൽഫുള്ളി ഡെലിബറേറ്റ്ലി അറിഞ്ഞുകൊണ്ടൊരു തെറ്റായ വിവരണം നൽകുന്നതിനെ ഫ്രോഡ് എന്നും പറയാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മിസ്റെപ്രസെന്റേഷൻ. എന്താണ് മിസ്റെപ്രസെന്റേഷൻ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 18ാമത്തെ സെക്ഷനിൽ മിസ്റെപ്രസെന്റേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, സബ്ജക്റ്റ് മാറ്റത്തെ കുറിച്ച് പറയുന്ന വിവരണമാണ് റെപ്രസെന്റേഷൻ. കൊടുത്ത റെപ്രസെന്റേഷൻ തെറ്റായിപ്പോയി. തെറ്റായ ഒരു വിവരണം രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന്, അറിയാതൊരു തെറ്റായ വിവരണം നൽകാം. രണ്ട്, അറിഞ്ഞുകൊണ്ടൊരു തെറ്റായ വിവരണം നൽകാം. അറിയാതെ നൽകുന്ന തെറ്റായ വിവരണമാണ് മിസ്റെപ്രസെന്റേഷൻ. അറിഞ്ഞുകൊണ്ട് നൽകുന്ന തെറ്റായ വിവരണമാണ് ഫ്രോഡ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 18ാമത്തെ സെക്ഷനിൽ മിസ്റെപ്രസെന്റേഷനെ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് മിസ്റെപ്രസെന്റേഷൻ? A misrepresentation is a false statement, but the person making it honestly believes to be true or does not know to be false. എന്താ മിസ്റെപ്രസെന്റേഷൻ? മിസ്റെപ്രസെന്റേഷൻ ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ്സ് ടു ബി ട്രൂ. ആ തെറ്റായ വിവരണം നൽകിയ വ്യക്തി ചിന്തിച്ചത് അത് ശരിയാണെന്നാണ്. ഓർ ഡസ് നോട്ട് നോട്ട് ടു ബി ഫാൾസ്, അല്ലെങ്കിൽ അയാൾക്ക് അതിലെ തെറ്റ് അറിയില്ല. അപ്പം ആ ഡെഫിനേഷൻ തുടങ്ങുന്നത് മിസ്റെപ്രസെന്റേഷൻ ഇസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് എന്നാൽ എന്താണ്? ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഹോണസ്റ്റ്ലി ബിലീവ്സ് ടു ബി ട്രൂ. തെറ്റായ വിവരണം നൽകിയ വ്യക്തി അയാൾ മനസ്സിലാക്കിയത്, അയാൾ ചിന്തിച്ചത്, അയാൾ പറയുന്നത് ശരിയാണെന്നാണ്. ഓർ ഡസ് നോട്ട് നോസ് ടു ബി ഫാൾസ്, അല്ലെങ്കിൽ അയാൾക്ക് അതിലെ തെറ്റ് അറിയില്ല. It also includes the non-disclosure or concealment of material fact or facts without any intent to deceive the other party.
രണ്ടാം കക്ഷിയെ വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശമില്ലാതെ ഒരു പ്രധാനപ്പെട്ട വസ്തുത മറച്ചു വെച്ചാലും അതും എന്താണ്? മിസ്റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഡെഫിനേഷൻ ലാസ്റ്റ് പറയാണ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക, നോൺ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട് ഓർ ഫാക്ട്സ് വിത്തൗട്ട് എനി ഇന്റന്റ് ടു ഡിസീവ് ദ അതർ പാർട്ടി. രണ്ടാം കക്ഷിയെ വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശം ഇല്ലാതെ ഒരു പ്രധാനപ്പെട്ട വസ്തുത മറച്ചു വെക്കുന്നതും മിസ്റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഡെഫിനേഷൻ ഒന്നുകൂടി പറയാം. മിസ്റെപ്രസെന്റേഷൻ ഇസ് എ false statement, but the person making it honestly believes to be true or does not know to be false. It also includes the non-disclosure of material fact or facts without any intent to deceive the other party. അതാണ് കോൺസിക്വൻസ് ഓഫ് മിസ്റെപ്രസെന്റേഷൻ. അതായത് ഒരു തെറ്റായ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ ആ എഗ്രിമെന്റിന്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? അതിൽ മിസ്റെപ്രസെന്റേഷനിലെ ഒന്നാമത്തെ കോൺസിക്വൻസ് ആണ്, ദ അഗ്രീഡ് പാർട്ടി ഹാസ് എ റൈറ്റ് ടു റിസൈൻ ദ കോൺട്രാക്ട്. അഗ്രീഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നഷ്ടം പറ്റിയ വ്യക്തി. അതായത് തെറ്റായ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ട വ്യക്തിയാണ് അഗ്രീഡ് പാർട്ടി. ആ വ്യക്തിക്ക് കോൺട്രാക്ട് റിസൈൻ ചെയ്യാം, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. അതാണ് ഒന്നാമത്. രണ്ടാമത്, ഹി മേ അക്സെപ്റ്റ് ദ കോൺട്രാക്ട്. അയാൾക്ക് കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്യാം, ബട്ട് ഇൻസിസ്റ്റ് ദ അതർ പാർട്ടി to performing the contract on the condition that he shall be put in the same position if the representation made had been true. അപ്പോൾ രണ്ടാമത്, the agreed party has a right to ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അഗ്രീഡ് പാർട്ടി നഷ്ടം പറ്റിയ കോൺട്രാക്ട് റിസൈൻ ചെയ്യാം. സെക്കൻഡ് വൺ, ഹി മേ അക്സെപ്റ്റ് ദ കോൺട്രാക്ട്. അയാൾക്ക് കോൺട്രാക്ട് എഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യാം, ബട്ട് ഇൻസിസ്റ്റ് ദ അതർ പാർട്ടി to performing the contract on the condition that he shall be put in the same position if the representation made had been true. അതായത് തെറ്റായ വിവരണം നൽകിയത് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ശരിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ നഷ്ടം പറ്റിയ വ്യക്തി ഏത് പൊസിഷനിലാകുമായിരുന്നോ ആ പൊസിഷൻ വെച്ചുകൊണ്ട് ഈ കോൺട്രാക്ട് വീണ്ടും പെർഫോം ചെയ്ത് എഗ്രിമെന്റ് കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് മിസ്റെപ്രസെന്റേഷന്റെ രണ്ട് കോൺസിക്വൻസസ്. നാലാമതാണ് ഫ്രോഡ്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഫ്രോഡ് എന്ന് പറഞ്ഞത്. ഫ്രോഡ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഗീവൺ നോയിങ്ലി. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ വിവരണം അറിഞ്ഞുകൊണ്ട് നൽകുന്നു. ഫ്രോഡ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഗീവൺ നോയിങ്ലി ഓർ ഡസ് നോട്ട് ബിലീവ്സ് ടു ബി ട്രൂ. അല്ലെങ്കിൽ ഈ പറയുന്ന തെറ്റായ വിവരണം നൽകുന്ന വ്യക്തിക്ക് അറിയാം അത് തെറ്റാണെന്ന്. or non-disclosure or concealment of material fact or facts with an intent to deceive the other party. രണ്ടാം കക്ഷിയെ വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കരാറിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുത മറച്ചു വെക്കുന്നതും ഫ്രോഡാണ്. സോ ഫ്രോഡ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ബട്ട് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഡസ് നോട്ട് ബിലീവ്സ് ടു ബി ട്രൂ. ആ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വ്യക്തിക്ക് അറിയാം അത് തെറ്റാണെന്ന്. ഓർ ദ കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട്, പ്രധാനപ്പെട്ട ഒരു വസ്തു മറച്ചു വെക്കുന്നു. വിത്ത് ആൻ ഇന്റന്റ് ടു ഡിസീവ് ദ അതർ പാർട്ടി. രണ്ടാം കക്ഷിയെ ഡിസീവ് ചെയ്യുക, രണ്ടാം കക്ഷിയെ വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അറിഞ്ഞുകൊണ്ട്, വിൽഫുള്ളി ഡെലിബറേറ്റ്ലി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റായ വിവരണം നൽകുന്നതിനെ നമുക്ക് ഫ്രോഡ് എന്ന് പറയാം. ഇനി രണ്ട് വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എഗ്രിമെന്റിൽ ഫ്രോഡ് നിലനിൽക്കുന്നെങ്കിൽ അതിന്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്താണ്? അതിൽ ഒന്നാമത്തെ ഇഫക്റ്റ് ആണ്, ദ അഗ്രീഡ് പാർട്ടി ഹാസ് എ റൈറ്റ് ടു റിസൈൻ ദ കോൺട്രാക്ട്. ആ തെറ്റായ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ട വ്യക്തിക്ക് ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാം. രണ്ട്, ഹി മേ അക്സെപ്റ്റ് ദ കോൺട്രാക്ട്. ഞാൻ മിസ് റെപ്രസെന്റേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഹി മേ അക്സെപ്റ്റ് ദ കോൺട്രാക്ട് ബട്ട് ഇൻസിസ്റ്റ് ദ അതർ പാർട്ടി ടു പെർഫോമിംഗ് ദ കോൺട്രാക്ട് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹി ഷാൽ ബി പുട്ട് ഇൻ ദ സെയിം പൊസിഷൻ ഇഫ് ദ റെപ്രസെന്റേഷൻ മേഡ് ഹാഡ് ബീൻ ട്രൂ. ആ തെറ്റായ വിവരണം നൽകിയത് ശരിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ നഷ്ടം പറ്റിയ വ്യക്തിക്ക് എന്ത് ലാഭം കിട്ടുമായിരുന്നോ ആ പൊസിഷനിൽ വെച്ചുകൊണ്ട് കോൺട്രാക്ട് പെർഫോം ചെയ്യാം. മൂന്നാമത്, ഹി ഹാസ് ദ റൈറ്റ് ടു sue for
ഡാമേജസ്, നഷ്ടപരിഹാരത്തിന് നഷ്ടപരിഹാരത്തിന് ആരെയാണോ തെറ്റായ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ കോൺട്രാക്റ്റിൽ വന്നത് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. ഇതാണ് ഫ്രോഡിന്റെ 3 കോൺസിക്വൻസസ്. അപ്പൊ 14ാമത്തെ സെക്ഷനിൽ പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 14, a consent is said to be free when it is not affected by first one coercion, second one undue influence, third one misrepresentation, fourth one fraud, and last one mistake. എന്താണ് മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് ഈസ് ആൻ എറോണിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. എന്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ മാറ്ററെ കുറിച്ചുള്ള അറിവില്ലായ്മയെ മിസ്റ്റേക്ക് എന്ന് പറയാം. മിസ്റ്റേക്ക് ഈസ് ആൻ എറോണിയസ് ബിലീഫ് അബൌട്ട് സംതിങ്. ഒരു പർട്ടിക്കുലർ മാറ്ററെ കുറിച്ചുള്ള അബദ്ധധാരണ, തെറ്റായ ധാരണ, അറിവില്ലായ്മ, ഇതിനെ നമുക്ക് മിസ്റ്റേക്ക് എന്ന് പറയാം. മിസ്റ്റേക്ക് മേ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ലോ ആൻഡ് സെക്കൻഡ് വൺ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്കിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. സെക്കൻഡ് വൺ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഒരു പർട്ടിക്കുലർ ഫാക്റ്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. മിസ്റ്റേക്കിനെ 2ആയി ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ ആണ് മിസ്റ്റേക്ക് ഓഫ് ലോ. Ignorance of law is not an excuse, is a well settled rule of law. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്താണ്? ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്, ഈസ് എ വെൽ സെറ്റിൽഡ് റൂൾ ഓഫ് ലോ. നിയമം അറിവില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല. നിയമത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും ഒരു എഗ്രിമെന്റിലോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഏർപ്പെടുകയും ആ വ്യക്തിക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്താൽ നിയമത്തിൽ നിന്ന് യാതൊരു ആനുകൂല്യവും ആ വ്യക്തിക്ക് ലഭിക്കുകയില്ല. കാരണം ഏതൊരു വ്യക്തിയും ജനറൽ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇഗ്നോറൻസ് ഓഫ് ലോ, therefore no excuse, hence the contract cannot be avoided. നിയമത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരാൾ കരാറിൽ ഏർപ്പെടുകയും ആ എഗ്രിമെന്റിൽ വെച്ച് അയാൾക്ക് നഷ്ടം വരികയാണെങ്കിൽ നിയമത്തിൽ നിന്നൊരു ആനുകൂല്യം അയാൾക്ക് ലഭിക്കുകയില്ല. അത് മാത്രമല്ല, he cannot avoid the contract, ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞാൻ പറഞ്ഞത്, നിയമം അറിവില്ല എന്ന് പറയുന്നൊരു എക്സ്ക്യൂസ് അല്ല. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിയമത്തിന്റെ അറിവില്ലായ്മ എന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ല. എല്ലാവരും ജനറൽ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. നിയമത്തിന്റെ അറിവില്ലായ്മ കോൺട്രാക്ട് ഏർപ്പെട്ടാൽ ആ കോൺട്രാക്ട് റദ്ദാക്കുവാൻ സാധിക്കില്ല. രണ്ടാമതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഒരു പർട്ടിക്കുലർ മാറ്ററെ കുറിച്ച്, ഫാക്ടിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലൊന്നാമതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്, രണ്ടാമത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് മേ ബി ഡിവൈഡഡ് ഇൻടു 2. ഫസ്റ്റ് വൺ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആൻഡ് സെക്കൻഡ് വൺ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. എന്താണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്? If both the parties to the contracts are under mistaken as to the matter regarding the essentials of a contract, that is called a mistake of fact. എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികൾക്കും മിസ്റ്റേക്ക് പറ്റി. എന്തിനെ കുറിച്ച്? ഒരു എഗ്രിമെന്റിന്റെ എസെൻഷ്യൽ ഫാക്റ്റിനെ കുറിച്ചൊരു എഗ്രിമെന്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികൾക്കും മിസ്റ്റേക്ക് പറ്റി. ആ എഗ്രിമെന്റ് വോയിഡ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള മിസ്റ്റേക്കിനെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, മിസ്റ്റേക്ക് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. അപ്പൊ അത് പാട്ടിൽ ചോദിക്കാറുണ്ട്, എന്താണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്? ഇഫ് ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്സ് ആർ അണ്ടർ മിസ്റ്റേക്ക് ആസ് ടു ദ matter of fact regarding the essentials of a contract, that is called mistake of that is called bilateral mistake, and such contracts are void. അത്തരത്തിലുള്ള കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും. രണ്ടാമതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് വൺ ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്സ് ആർ അണ്ടർ മിസ്റ്റേക്ക്, ദാറ്റ് ഈസ് കോൾഡ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. ആ മിസ്റ്റേക്കിനെ നമുക്ക് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. അപ്പൊ 14ാമത്തെ സെക്ഷൻ പ്രകാരം 2 വ്യക്തികൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ ആ എഗ്രിമെന്റ് കോൺട്രാക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ഈ 5 ഘടകങ്ങൾ അഫക്റ്റ് ചെയ്യാൻ പാടില്ല
ഏതാണ്? കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്. ഈ 5 ഘടകങ്ങൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമ്മതം സ്വതന്ത്രമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇതൊക്കെ എസ് ആയിട്ടും അതുപോലെ തന്നെ എ പാർട്ടിലും ബി പാർട്ടിലൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്രീ കൺസെന്റ്.